അങ്കമാലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കാലടി CHCയിൽ റോജി എം ജോൺ MLAയുടെ വികസന ഫണ്ടിൽ നിന്നും 23.50 ലക്ഷം രൂപ മുടക്കി നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൗളി ബേബി മുഖ്യ അതിഥിയായി പങ്കെടുത്തു. കാലടി CHCയിൽ റോജി എം ജോൺ MLAയുടെ വികസന ഫണ്ടിൽ നിന്നും 23.50 ലക്ഷം രൂപ മുടക്കി നടത്തിയിട്ടുള്ള നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം MLA നിർവഹിച്ചു. ഒരു വിശാലമായ ഒരു സൗകര്യം ഉണ്ടാവണമെന്ന ഒരു ചിന്തയിലാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് പുനർനിർമ്മിക്കുവാനായിട്ട് തീരുമാനിക്കുകയും ഈ ചുറ്റുമതിൽ, ഗേറ്റ്, കവാടം, അതുപോലെ തന്നെ വെയിറ്റിംഗ് ഷെഡ് നമ്മൾ മാറ്റി സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് സ്ഥാപിച്ചു. ട്രാൻസ്ഫോർമർ നമ്മൾ മാറ്റി. അങ്ങനെ ഇപ്പോൾ എന്തായാലും നല്ലൊരു മാവായതുകൊണ്ട് അത് കളയേണ്ടതെന്ന് ഞങ്ങൾക്ക് തീരുമാനമുണ്ടായിരുന്നു. അതൊരു ഐശ്വര്യമാണ്. അതുകൊണ്ട് അത് കളയണ്ടെന്ന് തീരുമാനിച്ച് അതൊക്കെ അവിടെ ഭംഗിയായി നിലനിർത്തിക്കൊണ്ട് നമ്മൾ ഇതിൻ്റെ ഒരു മുഖച്ഛായ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വർക്കുകൾ നടത്തിയത്. എന്തായാലും അതൊക്കെ പൂർത്തിയായി. ഇപ്പോൾ പുറമേ നോക്കുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ കാണാനൊരു ഐശ്വര്യമുണ്ട്. ഇനി നമ്മളൊരാവശ്യം കൂടി പഞ്ചായത്ത് നമ്മളോട് മുന്നോട്ട് വെച്ചിരുന്നു. അത് ഇവിടെ ഒരു ലൈറ്റ്, ഒരു മിനിമാസ് ലൈറ്റ്, കാരണം വൈകുന്നേരങ്ങളായി കഴിഞ്ഞാൽ ഇവിടെ ഇരുട്ടാണ്. അപ്പോൾ അത് വേണം എന്ന് പഞ്ചായത്ത് നിർദ്ദേശിച്ചത് പ്രകാരം, പഞ്ചായത്തിൻ്റെ തീരുമാനം കിട്ടിയതിൻ്റെ പ്രകാരം നമ്മളൊരു മിനിമാസ് ലൈറ്റ് കൂടി ഈ ആശുപത്രിയുടെ മുമ്പിൽ അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണം ഈ ദിവസങ്ങളിൽ അത് ആരംഭിക്കുന്നതായിരിക്കും. ആശുപത്രിയുടെ മുൻവശത്ത് മനോഹരമായ മതിലും പ്രവേശന കവാടവും കൂടുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യമുൾപ്പെടെ ഏർപ്പെടുത്തിക്കൊണ്ടാണ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TM വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൗളി ബേബി മുഖ്യ അതിഥിയായി പങ്കെടുത്തു. വൈസ് പ്രസിഡന്റ് സ്റ്റീഫൻ പട്ടത്തി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ ജിൻഡോ ജോൺ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ പുഷ്കല തങ്കപ്പൻ, സീന ദേവസികുട്ടി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് KB സാബു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അമ്പിളി ശ്രീകുമാർ, മെർലി ആന്റണി, മെമ്പർമാരായ ലില്ലി ടീച്ചർ, KD വർക്കി, വിൽസൺ വട്ടപ്പറമ്പൻ, പ്രിൻസി ഡൊമിനി, ജെസി വർഗീസ്, ലേഖ വത്സൻ, ഹർഷ മനോജ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അപ്പു സിറിയക്, ബിജോയ് കുടിയിരിപ്പിൽ, ബിനോയ് കുരൻ, AA യാക്കോബ്, റന്നി പാപ്പച്ചൻ, KA സഹദേവൻ, MK പ്രകാശ്, MP വിനു തുടങ്ങിയവർ പങ്കെടുത്തു. 24 ലക്ഷം രൂപയുടെ അടുത്ത് ചെലവഴിച്ച് നമ്മുടെ CHC നടത്തിയ വിവിധ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത്. ഒരു പുതിയ പബ്ലിക് സിസ്റ്റം, സൗണ്ട് സിസ്റ്റം ഇപ്പോൾ വാങ്ങി സ്ഥാപിച്ചിരിക്കുന്നു. നമ്മുടെ ആശുപത്രിയുടെ എല്ലാ ഭാഗത്തും പ്രയോജനപ്പെടാവുന്ന തരത്തിലുള്ള ആ സിസ്റ്റത്തിൻ്റെ ഉദ്ഘാടനവും ഇപ്പോൾ MLA നിർവഹിച്ചു. അതിന് പുറമെ നമ്മുടെ ആശുപത്രിയുടെ മതിലിനോട് ചേർന്ന് ക്യാൻസർ ബോധവൽക്കരണ ബോർഡുകൾ സ്ഥാപിച്ചു. നമ്മുടെ സബ് സെൻ്ററുകൾക്ക് കമ്പ്യൂട്ടർ വിതരണം ചെയ്തു. നമ്മുടെ ഈ ആശുപത്രിയുടെ വികസന കാര്യങ്ങളിലും ഇവിടെ വരുന്ന രോഗികൾക്ക് സാന്ത്വനം ഏകുന്നതിലും നമ്മുടെ ബഹുമാനായ MLAയും കാലടി ഗ്രാമപഞ്ചായത്തും അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തും അതീവ ജാഗ്രതയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. ആ പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ട് ഈ പ്രദേശത്തെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ, കാലടി ഗ്രാമപഞ്ചായത്തിൻ്റെയും അങ്കമാലി MLAയുടെയും നേതൃത്വത്തിൽ മറ്റൊരു ആശുപത്രിയിൽ നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമ്മുടെ ഇവിടെ വരുന്ന എല്ലാ രോഗികൾക്കും അതിൻ്റെതായ എല്ലാ ഗുണങ്ങളും പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തിയ MLAയ്ക്കും ഇത് സൗകര്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ തന്നെ കർമ്മനിരതമാക്കിയ ആശുപത്രി അധികൃതർക്കും എല്ലാവിധ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഹോസ്പിറ്റലിൻ്റെ ഒരു ഭാഗമാകാൻ കഴിയുക എന്നുള്ളത്, ഈ വാർഡിൻ്റെ ഒരു ഭാഗമാകാൻ കഴിയുക എന്ന് പറയുന്നത് എൻ്റെ ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കിയാണ്. അതിൻ്റെ ഇതിനു മുമ്പിലുള്ള ആ വെയിറ്റിംഗ് ഷെഡ് അത് വളരെ മനോഹരമായിട്ട്
ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ്. സാധാരണ വെയിറ്റിംഗ് ഷെഡൊക്കെ നമുക്ക് ഇരിക്കുമ്പോൾ ഇരിക്കാൻ പറ്റാറില്ല. വളരെ നല്ല രീതിയിലുള്ളൊരു വെയിറ്റിംഗ് ഷെഡും അങ്ങനെ എല്ലാം കൊണ്ടും വളരെ എല്ലാ തരത്തിലും അത്യാധുനികമായ സൗകര്യങ്ങളും കൂടിയാണ് ഈ ഹോസ്പിറ്റലിൽ കൊണ്ട് ഇത്രയും ഫണ്ടൊക്കെ ചെലവഴിച്ച് ഇവിടെ ഇത്രയും പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ ആദരണീയനായ MLA ശ്രീ റോജൻ ജോണിന് നിങ്ങളുടെ എല്ലാവരുടെ പേരിലുള്ള നന്ദി അറിയിച്ചു. നമ്മുടെ സബ് സെൻ്ററുകൾക്ക്, ഫാമിലി വെൽനെസ് സെൻ്ററുകൾക്ക് കമ്പ്യൂട്ടറും സിസ്റ്റവും എല്ലാം നൽകുന്ന 4 സ്ഥലങ്ങളിൽ നൽകുന്ന ചടങ്ങ് അത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു പ്രോജക്റ്റായിരുന്നു. അതുപോലെ ക്യാൻസർ അവയർനെസ് ക്യാമ്പ് സംബന്ധിച്ച ഒരു പ്രോജക്റ്റാണ് അത്. ബോർഡുകൾ കാര്യം അത് അത്രയേ ഉള്ളെങ്കിലും 1 ലക്ഷം രൂപ അടുത്ത് ചിലവ് വരുന്ന പ്രോജക്റ്റാണത്. അതുപോലെ തന്നെ നമ്മുടെ പബ്ലിക് അഡ്രസ്സൽ സിസ്റ്റം ഈ ആശുപത്രി മുഴുവൻ, ആശുപത്രിയുടെ കാഷ്വാലിറ്റിയുടെ ഉള്ളിൽ നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ ആശുപത്രി മുഴുവൻ എല്ലായിടത്തും എത്തുന്ന രീതിയിലുള്ള ഒരു സംവിധാനം പബ്ലിക് അഡ്രസ്സൽ സിസ്റ്റം 2 ലക്ഷം രൂപയുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രോജക്റ്റാണ്.